ഒരു പോസ്റ്റ് ഉണ്ട്, ഒരു പ്രോൺസിൻ്റെ പടം കൊടുത്തിട്ട് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സം പീപ്പിൾ ആർ ലൈക്ക് പ്രോൺസ്, നോ ഗഡ്സ്, നോ സ്പൈൻ, എ ഹെഡ് ഫുൾ ഓഫ് ഷിറ്റ്, ബട്ട് മാർക്കറ്റ് വാല്യൂ ഈസ് ഓൾവേസ് ഹൈ. എനിക്ക് തോന്നുന്നു ഇത് മനുഷ്യരെക്കുറിച്ച് പറയുന്നതിനേക്കാൾ നല്ലത് ഇത് ചേരുന്നത് ഓൺലൈനിലുള്ള ചില ന്യൂസ് ചാനലുകൾക്കാണ്. സം ന്യൂസ് ചാനൽസ് ആർ ലൈക്ക് പ്രോൺസ്, നോ ഗഡ്സ്, നോ സ്പൈൻ, ന്യൂസ് ഫുൾ ഓഫ് ഷിറ്റ്, ബട്ട് മാർക്കറ്റ് വാല്യൂ ഈസ് ഓൾവേസ് ഹൈ. ഇത്തരം ന്യൂസ് ചാനലുകൾക്ക് ഒരുപാട് സർക്കുലേഷൻ ഉണ്ട്. അത് ഒരുപാട് പേര് കാണും, ഒരുപാട് പേര് കമൻസ് ഇടും. കാരണം നമ്മൾ മനുഷ്യർ അടുക്കുള്ള വാർത്തകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്, അത്തരം വാർത്തകൾ പറയാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ചില ആൾക്കാർ വാട്സപ്പിലൂടെ സംവാദത്തിന് വരാറുണ്ട്. പിന്നീട് അവർ പറഞ്ഞ പോയിന്റ് സ്ഥിരീകരിക്കാൻ വേണ്ടി കുറേ വീഡിയോ ലിങ്ക്സ് ഇങ്ങനെ അയച്ചു തരും. സത്യമായിട്ട് ഞാൻ ഒരു ലിങ്ക് പോലും തുറന്നു നോക്കാറില്ല. കാരണം ഇത് പടച്ച് വിടുന്നവന് പല ഐഡിയോളജി ഉണ്ട്, അവന് പല ഉദ്ദേശങ്ങളുണ്ട്. എത്തിക്സ് എന്ന് പറഞ്ഞത് തൊട്ടടുത്ത് കൂടി പോയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തുറന്നു നോക്കാറില്ല. സാധാരണ മനുഷ്യരെ കൂടുതൽ അവർക്ക് വാർത്ത ശരി ഏതാണ് തെറ്റ് ഏതെന്നൊന്നും അറിയത്തില്ല. അവർ വായിച്ചു പോലും നോക്കാറില്ല. ആരടക്കുന്നൊന്നും അറിയില്ല. അതിൻ്റെ സോഴ്സ് തേടി അവർ പോകാറുമില്ല. എന്നാലും അവർ ഫോർവേഡ് ചെയ്യും. ഇത് ഗോസ്പലിൽ നമ്മൾ കാണുന്നുണ്ട്. ബട്ട് ആൾക്കാർ പേടിച്ചിട്ടാണ് ഈ പ്രധാന പുരോഹിത എടുത്ത് കാര്യം പറയാം. യഥാർത്ഥ കാര്യം പറഞ്ഞു, ഈശോ ഉയർത്ത കാര്യം പറഞ്ഞു. പക്ഷെ അവർ വേറൊരു കഥ അവരെ പഠിപ്പിക്കുകയാണ്. ഞങ്ങൾ ഉറങ്ങിപ്പോയപ്പോൾ ശിഷ്യന്മാർ ബോഡി കട്ടുകൊണ്ടുപോയി. എന്നിട്ട് അവർക്ക് പൈസ കൊടുക്കുന്നു, അവരുടെ ജോബ് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നു, ഉറപ്പ് കൊടുക്കുന്നു. അങ്ങനെ അവർ പറഞ്ഞു വിടുന്നത്. ഗോസ്പൽ അവസാനിക്കുന്ന ഇങ്ങനെയാണ്. ആ വാർത്ത ഇന്നും പ്രചാരത്തിലുണ്ട്. അങ്ങനെയാണല്ലോ, സത്യത്തെക്കാൾ എത്രയോ വേഗത്തിലാണ് ഈ നുണ സഞ്ചരിക്കുന്നത്. അതിന് കുറേയും കൂടി സർക്കുലേഷൻ കിട്ടുന്നുള്ള. എന്തിനാണ് ഈ അഴുക്ക് വാർത്തകൾ നമ്മൾ പ്രചരിപ്പിക്കുന്നത്?